ബീഫിന്റെ രുചി ശരിക്കും അറിഞ്ഞു കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ഉണ്ട് ഞാനിത് ചെയ്യാൻ പോണത്. നമ്മുടെ അവിടെ ഉപ്പിൽ വെന്ത ഇറച്ചി എന്ന് പറയും. നമ്മൾ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ ആദ്യം ബീഫ് ഒന്ന് വേവിച്ച് വെക്കുമല്ലോ, അതിനെയാണ് ഈ ഉപ്പിൽ വെന്ത ഇറച്ചി എന്ന് പറയണം കേട്ടോ. ഞാനിവിടെ നല്ല ഓട്സ് പുട്ടും കൂട്ടിയാണ് കഴിച്ചത്. സംഭവം ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ലെറ്റ്സ് ഗോ. ഞാനിവിടെ കോസ്കോന്ന് വാങ്ങി പോഷൻ ചെയ്ത് ഫ്രീസ് ചെയ്ത് വെച്ച 1 കിലോ ബീഫ് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നെയ്യൊക്കെ ഉള്ള ബീഫാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എന്റെ ഉണ്ടായിരുന്ന ഐസ് ട്രേയിൽ വെള്ളം ഒഴിച്ച് ഫ്രീസ് ചെയ്ത് 2 ക്യൂബ് കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. 6 പച്ചമുളക് കത്രി കൊണ്ട് ഇതേപോലെ മുറിച്ചിട്ട് കൊടുക്കാം. കറിയുടെ മെയിൻ എരിവ് പച്ചമുളകിൽ നിന്ന് കണ്ടോ വരുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടേ കുറയ്ക്കേ ചെയ്യാം കേട്ടോ. ഈ വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ജൂലിയൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബീഫിനും ആട്ടിറച്ചിക്കൊക്കെ ഇഞ്ചിയുടെ ഫ്ലേവർ ഇച്ചിരി മുമ്പിൽ നിൽക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ 6 അല്ലി വെളുത്തുള്ളി കല്ലിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോ ചിക്കൻ, താറാവ്, ടർക്കി അതേപോലത്തെ പോൾട്രി ഐറ്റംസ് ഉണ്ടാക്കുവാണെങ്കിൽ കൂടുതൽ വെളുത്തുള്ളിയുടെ ഫ്ലേവർ മുമ്പിൽ നിൽക്കണായിരിക്കും കേട്ടോ നല്ലത്. അപ്പൊ അത്രേ ഉള്ളൂ. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് 5 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പൊ പെരിഞ്ചീരകം ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. അതിന്റെ ഒരു സ്വീറ്റ്നെസ് ബീഫിൽ ആക്ച്വലി നല്ലതായിരിക്കും, അതുകൊണ്ട് ഇട്ടാണ് കേട്ടോ. ഇത്രയുള്ള പരിപാടി. ഇതേ സ്റ്റീമൊക്കെ പോയിട്ട് കുക്കർ തുറന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഉപ്പിൽ വെന്ത ബീഫ് റെഡി. ഇത് ശരിക്കും നല്ല ബേക്കറി ബ്രെഡോ പുട്ടിന്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഞാനിവിടെ കുറച്ച് ഓട്സ് പുട്ടിന്റെ കൂടെ ഉണ്ട് കഴിച്ചത്. ഈ ഓട്സ് പുട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ സാധാ പുട്ട് നനക്കണ പോലെ നനയ്ക്കരുത് കേട്ടോ. ഈ ഗോതമ്പ് പുട്ടൊക്കെ നനക്കണ പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കുക. ഞാൻ ബീഫ് കഴിച്ച അതേ കുക്കറിൽ തന്നെ കേട്ടോ പുട്ട് ആവിയേറ്റി എടുത്തത്. ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴേ പുട്ടിന് ബീഫിന്റെ ചെറിയ മണമൊക്കെ വരും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ബേക്കറി ബ്രെഡോ സാധാ പുട്ടൊക്കെ ആണ് ഇതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. ഞാൻ പിന്നെ കുറച്ച് ഫൈബർ ഒക്കെ കയറട്ടെ, കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. സത്യം പറയാലോ, ഈ കാണുന്ന ബീഫിന്റെ ചാറ് മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ട്. ചെറിയൊരു കഷ്ണം ബീഫ് എടുത്തിട്ടേ പുട്ട് അങ്ങോട്ട് കുഴച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കണം. എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ. അടിപൊളി കേട്ടോ. ശരിക്കും എന്റെ നെയ്യിലും ചാറിലൊക്കെ ഉണ്ട് അതിന്റെ ഫ്ലേവർ ഇരിക്കുന്നത്. ഇതിൽ കുറച്ച് ഗരം മസാലയും തേങ്ങാപ്പാലും ക്യാരറ്റ് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റൂ ആയി. എളുപ്പം പരിപാടിയാണ് കേട്ടോ. ഈ ഒരു ഐറ്റം വെച്ചിട്ട് ബീഫ് കറി ആണെങ്കിൽ ബീഫ് കറി ആക്കാം, സ്റ്റൂ ആണെങ്കിൽ സ്റ്റൂ ആക്കാം. അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ. കൊള്ളാം. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.